ഹലോ ഫ്രണ്ട്സ്, ലാബ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി നടത്തുന്ന ടെക് പി എസ് സിയുടെ സ്പെഷ്യൽ വീഡിയോ സീരീസിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇത് നമ്മൾ ജനറൽ സയൻസിലെ വളരെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏത്? അപ്പോ ഈ ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് എല്ലാം ഇതിനു മുൻപത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞതാണ്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനു മുൻപുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മനസ്സിലാവും അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പൊ ഇവിടെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, വൈദ്യുത കാന്തിക സ്പെക്ട്രം, അതിലുള്ള എല്ലാ റേഡിയേഷൻസിനെ പറ്റിയും, എക്സ്റേസ്, ഗാമ റേസ്, അങ്ങനെ എല്ലാ റേഡിയേഷൻസിനെ പറ്റിയും അതിന്റെ വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം, അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി അഥവാ ആവൃത്തി തുടങ്ങിയവ എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇവിടെ നമുക്ക് 4 നിറങ്ങളാണ് തന്നിരിക്കുന്നത്. അതായത് ഇത് നമ്മുടെ ദൃശ്യ പ്രകാശം അല്ലെങ്കിൽ നമ്മുടെ വിസിബിൾ സ്പെക്ട്രത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട 4 നിറങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വിസിബിൾ സ്പെക്ട്രം അല്ലെങ്കിൽ നമ്മുടെ ദൃശ്യപ്രകാശം, അതിന് നമ്മൾ ധവളപ്രകാശം എന്ന് പറയും. വെളുത്ത പ്രകാശം 7 ഘടകവർണ്ണങ്ങൾ, കമ്പോണന്റ് കളേഴ്സ് ചേർന്നതാണ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോർ എന്ന് പറയുന്ന ഈ 7 നിറങ്ങൾ സംയോജിച്ചാണ് ആ ഒരു ധവളപ്രകാശം ഉണ്ടാവുന്നത്, വൈറ്റ് ലൈറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഈ നിറങ്ങളുടെ പ്രത്യേകത, വയലറ്റിൽ നിന്ന് റെഡിലേക്ക് പോകുന്തോറും തരംഗ ദൈർഘ്യം കൂടി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തരംഗ ദൈർഘ്യം വേവ് ലെങ്ത് എന്ന് പറയും. വേവ് ലെങ്ത് എന്ന് നമ്മൾ പറയും. ലാംഡ എന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ അത് സൂചിപ്പിക്കുന്നത് കേട്ടോ. തരംഗ ദൈർഘ്യം കൂടി വരികയാണ് ചെയ്യുന്നത്, വേവ് ലെങ്ത് കൂടി വരികയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, വേവ് ലെങ്ത് കൂടുമ്പോ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ്, വേവ് ലെങ്തും ഫ്രീക്വൻസി ആവൃത്തി എന്നാണ് പറയുന്നത്. അപ്പൊ വേവ് ലെങ്തും ഫ്രീക്വൻസിയും തമ്മിൽ ശത്രുക്കളാണ്, അവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് തരംഗ ദൈർഘ്യം കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയുകയാണ് ചെയ്യുന്നത്, ആവൃത്തി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതില് ആവൃത്തി ഏറ്റവും കൂടിയ നിറം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് വയലറ്റ് ആണ്. ഓക്കെ, കാരണം വയലറ്റിന് തരംഗ ദൈർഘ്യം കുറവാണ്. തരംഗ ദൈർഘ്യം വയലറ്റിൽ നിന്ന് റെഡിലേക്ക് വരുമ്പോഴേക്ക് തരംഗ ദൈർഘ്യം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ തരംഗ ദൈർഘ്യം നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം വെച്ച് മാത്രം പഠിക്കുക. അപ്പൊ തരംഗ ദൈർഘ്യമാണെങ്കിൽ തരംഗ ദൈർഘ്യം മാത്രം പഠിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഫ്രീക്വൻസി ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. അല്ലാതെ രണ്ടും പഠിച്ചു വെച്ചാൽ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരില്ലേ. അപ്പോൾ തരംഗ ദൈർഘ്യം മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അപ്പൊ തരംഗ ദൈർഘ്യം ആർക്കാ കൂടുതൽ? അത് കൂടുതലുള്ളത് റെഡിനും അത് കുറവുള്ളത് വയലറ്റിനുമാണ്. ഓക്കെ, അപ്പോ ഇവിടെ ഇനി നമുക്ക് നമ്മുടെ ഓപ്ഷനിലേക്ക് വരാം. ഇവിടെ ഓപ്ഷനായിട്ട് നമുക്ക് നീല, പച്ച, ചുവപ്പ്, മഞ്ഞ ഇത്രയും പ്രകാശങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും തരംഗ ദൈർഘ്യം കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ളത് തീർച്ചയായിട്ടും നീല എന്ന് പറയുന്ന ആ പ്രകാശത്തിനായിരിക്കും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ നീലയാണ് ശരിയായ ഉത്തരം. ഇനി തരംഗദൈർഘ്യവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. തരംഗദൈർഘ്യം കുറവാണെങ്കിൽ അവർക്ക് ഫ്രീക്വൻസി കൂടുതലായിരിക്കും, ആവൃത്തി കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും അധികം ആവൃത്തി ഉള്ളത് വയലറ്റ് അല്ലെങ്കിൽ ആ നീലമായിട്ട് ബന്ധപ്പെട്ട നിറങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആവൃത്തി ഉള്ളത്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സാധ്യത. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആവൃത്തിയും എനർജിയും തമ്മിലുള്ള, ഊർജവും തമ്മിലുള്ള ബന്ധമാണ്. അവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ E=H എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതായത് ഇവിടെ ന്യൂ എന്ന് പറഞ്ഞാൽ ആവൃത്തിയാണ്, ഫ്രീക്വൻസിയാണ്. ഓക്കെ, അപ്പോ ഇവിടെ ആവൃത്തി കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ആവൃത്തി കൂടുകയാണെങ്കിൽ എന്തും കൂടും? ഊർജവും കൂടും. അപ്പൊ ഇതിൽ ഏറ്റവും ഊർജമുള്ള തരംഗം അല്ലെങ്കിൽ ഏറ്റവും ഊർജമുള്ള നിറം ഏത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എന്താണ്? വയലറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഊർജം വയലറ്റിൽ നിന്ന് റെഡിലേക്ക് വരുമ്പോഴേക്കും എന്ത് ചെയ്തു വരികയാണ്? ഊർജം കുറഞ്ഞു വരികയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ ലൈറ്റിന്റെ ഡീവിയേഷനെ പറ്റി അല്ലെങ്കിൽ ഈ ലൈറ്റിന്റെ സ്കാറ്ററിങ്ങിനെ പറ്റി ഉള്ള ഒരു റിലേഷനാണ് നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ടത്. അതായത് വേവ് ലെങ്ത് കൂടിയാൽ അവർക്ക് ഡീവിയേഷൻ കുറവായിരിക്കും. തരംഗ ദൈർഘ്യം കൂടിയാൽ അത്തരം നിറങ്ങൾക്ക് വ്യതിയാനം വളരെ കുറവായിരിക്കും. അതായത്
നമുക്ക് വിസരണം എന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിസരണം എന്നൊരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കാറ്ററിംഗ് എന്ന് പറയും. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ചെറിയ പൊടിപടലങ്ങളിലും മറ്റും തട്ടി ലൈറ്റിന് അല്ലെങ്കിൽ പ്രകാശത്തിന് ചെറിയൊരു ദിശാ വ്യതിയാനം സംഭവിക്കുന്നതിനാണ് വിസരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് തരംഗദൈർഘ്യം കുറഞ്ഞ ആൾക്കാർക്കാണ്. അപ്പൊ കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്നത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ പോലുള്ള നിറങ്ങൾക്കാണ്. ഓക്കെ, അവർക്ക് വ്യതിയാനം കൂടുതലായിരിക്കും. റെഡിന് വ്യതിയാനം കുറവായിരിക്കും. അപ്പോ ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവല് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് ആകാശം നീല നിറമായിരിക്കുന്നതിന് കാരണം എന്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് കാരണം ഇത് തന്നെയാണ്. അതായത് സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലേക്ക് വരുമ്പോ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ ധാരാളം പൊടിപടലങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ തട്ടി ഏറ്റവും പെട്ടെന്ന് വിസരണം സംഭവിക്കുന്ന ആർക്കാണ്? ഈ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ പോലുള്ള നിറങ്ങൾക്കാണ്. ഓക്കെ, മഴവില്ലിന്റെ ഏറ്റവും ഉള്ളിൽ കാണുന്ന നിറവും വയലറ്റ് ആയിരിക്കും. കാരണം ഏറ്റവും അധികം ഡീവിയേഷൻ, ഏറ്റവും നന്നായിട്ട് ഒടിയുന്നത് ആരാണ്? വയലറ്റ് ആണ്. അതുകൊണ്ടാണ് വയലറ്റ് ഏറ്റവും അടിഭാഗത്ത് കാണപ്പെടുന്നത്. റെഡിന് ഡീവിയേഷൻ കുറവായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇതേ റീസൺ കൊണ്ട് വിസരണം കൂടുതൽ നടക്കുന്നത് വയലറ്റിൽ അല്ലെങ്കിൽ നീല നിറങ്ങളിലുള്ള ആ ഒരു റീജിയനിലായതുകൊണ്ട് ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നു. ഇനി ഡോൺ ആൻഡ് ഡസ്ക്, ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യനിൽ നിന്നും ചുവന്ന അല്ലെങ്കിൽ ചുവപ്പുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു നിറത്തിലുള്ള പ്രകാശമാണ് ഭൂമിയിലേക്ക് എത്തുന്നത്. ഇതിന് കാരണവും ഇത് തന്നെയാണ്. തരംഗദൈർഘ്യം ചുവപ്പ് നിറങ്ങൾക്ക് അല്ലെങ്കിൽ വയലറ്റ്, യെല്ലോ, ഓറഞ്ച്, റെഡ് തുടങ്ങിയ നിറങ്ങൾക്ക് വളരെ കൂടുതലായതിനാൽ ഇത്രയും ദൂരം ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യൻ ഭൂമിയിൽ നിന്നും വളരെ അകലെയായിരിക്കും. അപ്പൊ ഇത്രയും ദൂരം ലൈറ്റ് ട്രാവൽ ചെയ്ത് വരുമ്പോൾ ബാക്കി എല്ലാ നിറങ്ങൾക്കും സ്കാറ്ററിംഗ്, വിസരണം സംഭവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ തരംഗദൈർഘ്യം വളരെ കൂടിയ വയലറ്റ്, യെല്ലോ, ഓറഞ്ച്, റെഡ് മുതലായ നിറങ്ങൾ ഭൂമിയിലേക്ക് എത്തുന്നു. അപ്പൊ ഇവരുടെ ഒരു കമ്പൈൻഡ് കളറായിട്ടാണ് വൈകുന്നേരങ്ങളിൽ സൂര്യനിൽ നിന്നും ചുവന്ന പ്രകാശം മാത്രം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നിറങ്ങളിലുള്ള പ്രകാശം മാത്രം ഭൂമിയിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നത്. മോണോക്രോമാറ്റിക് ലേസർ ലൈറ്റുകൾ, അതിൽ നിന്ന് ചുവന്ന പ്രകാശം വരുന്ന ലേസർ ലൈറ്റുകൾക്ക് വളരെ ദൂരെ പോകാനുള്ള അതിന്റെ റേഞ്ച് വളരെ കൂടുതലാണ്. ആ ഒരു ചെറിയ ഷാർപ്പ് ആയിട്ടുള്ള ഇതിൽ വളരെ ദൂരം പോകാനായിട്ട് അത് സാധിക്കും. അപ്പൊ ഇതിന് കാരണവും റെഡ് എന്ന് പറയുന്ന നിറത്തിന് വിസരണം സംഭവിക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഇതേ റീസൺ കൊണ്ടാണ് റെയിൽവേ സിഗ്നൽസിൽ അതുപോലെ മറ്റ് സിഗ്നൽസ്, അപായ സിഗ്നൽസ് ഒക്കെ കൊടുക്കാനായിട്ട് റെഡ് കളർ ഉപയോഗിക്കുന്നതും ഇതേ റീസൺ കൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവർക്ക് എനർജി കുറവായിരിക്കുമെങ്കിലും എന്ത് കൂടുതലാണ്? ഇവർക്ക് വിസരണം സംഭവിക്കാതെ കൂടുതൽ റേഞ്ച്, കൂടുതൽ ദൂരം സഞ്ചരിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്തരത്തിൽ സ്പെക്ട്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. വിസിബിൾ സ്പെക്ട്രം, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഒരു ഒരു പാർട്ട് മാത്രമേ ആവുന്നുള്ളൂ. ധാരാളം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകൾ ചേർത്ത് വെച്ച ഒരു റിബൺ പോലെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം വരുന്നത്. അപ്പൊ ആ സ്പെക്ട്രത്തിന് മുഴുവൻ ഞാൻ ഈ പറഞ്ഞ കാര്യം ആപ്ലിക്കബിൾ ആണ്. സ്പെക്ട്രത്തിൽ തരംഗദൈർഘ്യം ഇടത്തു നിന്ന് വലത്തേക്ക് പോകുന്തോറും തരംഗദൈർഘ്യം കുറഞ്ഞു വരും. തരംഗദൈർഘ്യം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് തരംഗദൈർഘ്യം കൂടി വരും. തരംഗദൈർഘ്യം കൂടി വരുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി കുറഞ്ഞു വരും. അപ്പൊ ഇങ്ങേ അറ്റത്ത് വരുന്ന റേഡിയോ തരംഗങ്ങൾക്ക് ഫ്രീക്വൻസി വളരെ കുറവും തരംഗദൈർഘ്യം വളരെ കൂടുതലുമാണ്. അപ്പോൾ റേഡിയോ തരംഗങ്ങൾക്ക് ഡീവിയേഷൻ ഒന്നും ഇല്ലാതെ പോകാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് കമ്മ്യൂണിക്കേഷനും മറ്റും വളരെ ദൂരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും മറ്റും എന്തുപയോഗിക്കുന്നു? റേഡിയോ സിഗ്നൽസ് ഉപയോഗിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 43. മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത് എന്നാണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കുറഞ്ഞ മർദ്ദമല്ല, കാരണം വെള്ളത്തിനടിയിലേക്ക് പോകുന്തോറും മർദ്ദം കൂടി വരും. കുറഞ്ഞ താപനില, ഉയർന്ന താപനില ഇതൊന്നുമില്ല. വളരെ ഉയർന്ന മർദ്ദമാണ് വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്തോറും നമുക്ക് അനുഭവപ്പെടേണ്ടി വരുന്നത്. അന്തരീക്ഷത്തിൽ നമ്മൾ നിൽക്കുന്ന പോലെയല്ല, വെള്ളത്തിനടിയിലേക്ക് പോകുന്തോറും ഉയരം കൂടി വരും. മർദ്ദം കൂടി വരും. മർദ്ദത്തിന്റെ ഇക്വേഷൻ P = H ρg എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് റോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സാന്ദ്രത, ഈ ജലത്തിന്റെ സാന്ദ്രത ആണ്. G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. H എന്ന് പറയുന്നത് ഉയരമാണ്. അപ്പൊ ഉയരം കൂടുന്നതിനനുസരിച്ച് മർദ്ദം വളരെ 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 കൂടി വരും. ഇതാണ് ആ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു മർദ്ദത്തിൽ നിന്നും രക്ഷ നേടാനാണ് ഇത്തരത്തിലുള്ള മുങ്ങൽ വിദഗ്ധര് പ്രത്യേകമായിട്ടുള്ള സ്യൂട്ടുകൾ ധരിക്കുന്നത്.
ഇനി എന്താണ് ഈ മർദ്ദം കൂടിയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതും നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ആ ഒരു പ്രശ്നം എന്ന് നമുക്ക് നോക്കിയാലോ. യെസ്, അപ്പോ പ്രശ്നം ഇതാണ്. നമ്മുടെ ശരീരത്തിനകത്ത് ധാരാളം വാതകങ്ങൾ ഡിസോൾവ്ഡ് സ്റ്റേറ്റിലുണ്ട്. ഓക്കെ, ഡിസോൾവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ധാരാളം വാതകങ്ങളുണ്ട്. ഓക്കെ, ഓക്സിജൻ ആയിക്കോട്ടെ, അങ്ങനെ പലതരം വാതകങ്ങളും ഉണ്ട്. അപ്പോ ഈ വാതകങ്ങൾക്ക് മർദ്ദം കൂടിക്കഴിഞ്ഞാൽ, ഓക്കെ, മർദ്ദം കൂടുതലാണെങ്കിൽ അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. മർദ്ദം കൂടിക്കഴിഞ്ഞാൽ വാതകങ്ങളുടെ ലേയത്വം, സോലുബിലിറ്റി എന്ന് പറയും, വാതകങ്ങളുടെ ലേയത്വം കൂടും. ഓക്കെ, അപ്പൊ മർദ്ദം കൂടിക്കഴിഞ്ഞാൽ വാതകങ്ങളിലെ ജലത്തിലെ ലേയത്വം കൂടും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോൾവെന്റിലുള്ള ലേയത്വം വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇതേ റീസൺ കൊണ്ടാണ് നമുക്കറിയാം, നമുക്ക് കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് അല്ലെങ്കിൽ സോഡ, ഇങ്ങനെയുള്ള സോഡയൊക്കെ ഇരിക്കുന്നത് വളരെ ഉയർന്ന മർദ്ദത്തിലാണ്. നമ്മളത് പൊട്ടിക്കുമ്പോഴത്തേക്ക് വളരെ അതിൽ നിന്ന് ഗ്യാസ് ഒക്കെ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാം. അത്രയും മർദ്ദത്തിലാണ് നിറച്ചു വെച്ചിരിക്കുന്നത്. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് വാതകം അതിനകത്ത് ലയിച്ചിരിക്കുന്നത് ഈ ഉയർന്ന മർദ്ദം കാരണമാണ്. ഓക്കെ, അപ്പോ നമ്മൾ കടൽ അടിയിലേക്ക് അല്ലെങ്കിൽ ആഴക്കടലിലേക്ക് നമ്മൾ പല മിഷനുകൾക്കായിട്ടും ഈ മുങ്ങൽ വിദഗ്ധർ പോവാറുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് മർദ്ദം വളരെയധികം കൂടും. ഓക്കെ, എയർ പ്രഷർ പോലെയല്ല, ലിക്വിഡ് പ്രഷർ അതിനേക്കാൾ കൂടുതലാണ്. അപ്പം മർദ്ദം വളരെയധികം കൂടും. വളരെയധികം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള വാതകങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ രക്തത്തിൽ ലയിച്ചു ചേരും. ഓക്കെ, അപ്പൊ രക്തത്തിൽ അങ്ങ് ലയിച്ചു ചേരും. ഇത് വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പ്രശ്നം വരുന്നത് ഇനിയാണ്. ഇനി ഇവര് ഈ ഒരു മർദ്ദം, ഈ ഒരു വളരെ ഉയർന്ന മർദ്ദമുള്ള മേഖലയിൽ നിന്നും മുകളിലേക്ക് വരികയാണെന്ന് വിചാരിക്കാം. മുകളിലേക്ക് വരുമ്പോൾ മർദ്ദം കുറഞ്ഞു വരും. മർദ്ദം കുറയുമ്പോൾ നമ്മളൊരു ഒരു കാർബണേറ്റഡ് ഡ്രിങ്കിന്റെ അടപ്പ് നമ്മൾ തുറക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ അടപ്പ് തുറക്കുന്ന സമയത്ത് അതിൽ നിന്നും വാതകം ഇങ്ങനെ കുമിളകളായിട്ട് പുറത്തേക്ക് വരുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഈ ഡിസോൾവ് ചെയ്തിരിക്കുന്ന വാതകങ്ങൾ, ലയിച്ചു ചേർന്നിരിക്കുന്ന രക്തത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള വാതകങ്ങൾ എന്ത് ചെയ്യും? ഇതേപോലെ കുമിളകളായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും. ഓക്കെ, അപ്പോ ബ്ലഡ് കാപ്പിലറീസിലും മറ്റുമാണ് ഇത്തരത്തില് കുമിളകൾ ഉണ്ടാവുന്നത്. ചെറിയ ഡോമികളിലും അതുപോലെ ചെറിയ രക്തക്കുഴലുകളിലുമാണ് ഇത്തരത്തിലുള്ള കുമിളകൾ രൂപപ്പെടുന്നത്. ഇത് നമ്മുടെ രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നത് മൂലം നമുക്ക് ബെൻഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബെൻഡ്. ഓക്കെ, അപ്പൊ ബെൻഡ് എന്ന് പറയുന്ന ഈ കണ്ടീഷൻ ഒഴിവാക്കാനായിട്ടാണ് ഇത്തരത്തിലുള്ള സ്യൂട്ടുകൾ ധരിക്കുന്നത്. അപ്പൊ ഇതാണ് കാര്യം. അപ്പൊ ഈ ഒരു പോയിന്റ് വളരെയധികം അറിഞ്ഞിരിക്കുക. മർദ്ദം കൂടുമ്പോൾ വാതകങ്ങൾക്ക് ജലത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോൾവെന്റിലുള്ള ലേയത്വം വളരെ കൂടുതലായിരിക്കും. ഉയർന്ന മർദ്ദത്തിൽ മാത്രമേ വാതകങ്ങളെ ഇത്തരം ഒരു സോൾവെന്റിലേക്ക് ലയിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലാത്ത വാതകങ്ങളും ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് അമോണിയ. അമോണിയ എന്ന് പറയുന്ന വാതകത്തിന്റെ പ്രത്യേകത, അമോണിയ, അത് നേരത്തെയും വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജലത്തില് വളരെയധികം സോലുബിൾ ആണ് ഈ ഒരു ഗ്യാസ്. അമോണിയ വാതകം വളരെ നന്നായിട്ട് ജലത്തിൽ ലയിക്കുകയും ചെയ്യും. അതുപോലെ അത് ജലത്തിൽ ലയിച്ചാൽ അതൊരു ആൽക്കലൈൻ സ്വഭാവമാണ് അത് കാണിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതൊന്ന് ഓർത്തു വച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, 45-ാമത്തെ ചോദ്യം. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അത് നാസയാണ് കേട്ടോ. നാസ. ഓക്കെ, നാസയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബഹിരാകാശ ദൂരദർശിനിയാണത്. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, 46-ാമത്തെ ചോദ്യം. ലോകത്തിലെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യമേത് എന്നാണ് 46-ാമത്തെ ചോദ്യം. ആ രാജ്യം ചൈനയാണ്. ആലോചിച്ച് വെച്ചിരിക്കുക. ചൈനയാണ് ആദ്യത്തെ 4ാം തലമുറ, 4th ജനറേഷൻ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ചൈനയാണ്. ഓക്കെ, അതും ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, 47. മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. ഈ ചോദ്യം നമ്മൾ ഇതിനു മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വാതക നിയമങ്ങൾ, നമ്മൾ 4 വാതക നിയമങ്ങൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, വാതക നിയമങ്ങൾ അത് ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഒന്ന്, ബോയിൽ നിയമം. ഓക്കെ, എന്തായിരുന്നു ബോയിൽ നിയമം? മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ഒരു ബന്ധമാണ് ബോയിൽ നിയമം കാണിച്ചത്. അവിടെ താപനില ഒരു കോൺസ്റ്റന്റ് ആയിരുന്നു. താപനില സ്ഥിരമായിരുന്നാൽ മർദ്ദവും വ്യാപ്തവും എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും.
അല്ലെങ്കിൽ അത് വിപരീത അനുപാതത്തിലായിരിക്കും. മർദ്ദം കൂടിയാൽ വ്യാപ്തം കുറയും എന്നാണ് ബോയിൽ നിയമം പറഞ്ഞത്. 2, ചാൾസ് നിയമം. ഓക്കെ, ചാൾസ് നിയമത്തിൽ എന്താ സംഭവിക്കുന്നത്? ചാൾസ് നിയമത്തിൽ സ്ഥിരമായിരിക്കുന്നത് മർദ്ദമാണ്. അപ്പൊ മർദ്ദം സ്ഥിരമായിരുന്നാൽ വ്യാപ്തവും താപനിലയും എങ്ങനെയായിരിക്കും? നേരനുപാതത്തിലായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ? അപ്പോ വ്യാപ്തവും താപനിലയും നേരനുപാതത്തിലായിരിക്കും. എന്തായി നേരനുപാതം എന്ന് വെച്ചാല് ഒന്ന് കൂടിയാൽ തീർച്ചയായിട്ടും അതിന്റെ കൂടെ വരുന്ന അടുത്ത വാല്യൂം കൂടും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, മർദ്ദം സ്ഥിരമായിരുന്നാൽ ഈ കണ്ടീഷനാണ്. അപ്പൊ ഇത് ചാൾസ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുമെന്നാണ്. അതായത് നമ്മളൊരു ബലൂൺ കുറച്ച് ഊതി വീർപ്പിച്ചിട്ട് ഒരു ബലൂൺ വെയിലത്തിട്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ആ ബലൂണിന്റെ വ്യാപ്തം കൂടി വരും. കാരണം എന്താണ്? മർദ്ദം ബലൂണിനകത്തേക്ക് ഈക്വൽ ആയിട്ട് സ്പ്രെഡ് ആവും. അപ്പോൾ ഈ മർദ്ദം ഈക്വൽ ആയിട്ട് സ്പ്രെഡ് ആവുന്നത് കൊണ്ട് ബലൂൺ വീർത്ത് വരും. അപ്പൊ അതിന്റെ വ്യാപ്തം കൂടും അല്ലെ? അപ്പൊ വ്യാപ്തം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, താപനില വർദ്ധിച്ചാൽ വ്യാപ്തവും വർദ്ധിക്കും. അതുകൊണ്ട് രണ്ടും എന്താണ്? നേർ അനുപാതത്തിലാണ്, രണ്ടും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പൊ ഇത് ചാൾസ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. 4 വാതക നിയമങ്ങളും നമ്മൾ മുൻ വീഡിയോസിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതെന്നാണ്. അപ്പൊ മാറ്റങ്ങൾ പ്രധാനമായും 2 തരമുണ്ട്. മാറ്റങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് ഭൗതിക മാറ്റമാണ്. ഓക്കെ, മറ്റൊന്ന് രാസമാറ്റമാണ്. ഓക്കെ, അപ്പൊ ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ ഭൗതിക മാറ്റത്തിന് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയും, രാസമാറ്റത്തിന് കെമിക്കൽ ചേഞ്ച് എന്നും പറയും. അപ്പൊ ഒന്ന് ഫിസിക്കൽ ചേഞ്ചും മറ്റൊന്ന് കെമിക്കൽ ചേഞ്ചും. അപ്പൊ എന്താണ് ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു ന്യൂ സബ്സ്റ്റൻസ്, ഒരു പുതിയ പദാർത്ഥം ഉണ്ടാവുന്നില്ല. പുതിയ പദാർത്ഥം ഇവിടെ രൂപപ്പെടില്ല. ഓക്കെ, പകരം എന്താ നടക്കുന്നത്? തന്മാത്രകളുടെ ഒരു റീ അറേഞ്ച്മെന്റ്, ഒരു പുനഃക്രമീകരണം മാത്രമാണ് നടക്കുന്നത്. എന്തിന്റെ? തന്മാത്രകളുടെ. ഓക്കെ, തന്മാത്രകളുടെ ഒരു റീ അറേഞ്ച്മെന്റ് ആണ് നടക്കുന്നത്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. അതായത് നമുക്കിപ്പോ ഐസ് ജലമാകുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഐസിന്റെ മെൽറ്റിംഗ് നടക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ മെൽറ്റിംഗ് നടക്കുന്ന സമയത്ത് ഐസ് എന്ന് പറഞ്ഞാൽ അതൊരു സോളിഡ് ആണ്, അതൊരു ഖരവസ്തുവാണ്. അപ്പൊ ഖരവസ്തുവില് ജലതന്മാത്രകൾ വളരെ വളരെ കോമ്പാക്ട് ആയിട്ട് വളരെ അടുത്ത് ഇരിക്കും അല്ലെ? വളരെ കോമ്പാക്ട് ആയിട്ട് അവർ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. അത് ലിക്വിഡ് ആവുന്ന സമയത്ത്, അത് ദ്രാവകമാവുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് എന്തായിട്ട് മാറും? ആ ഒരു വളരെ അടുത്തിരുന്ന സോളിഡ് സ്റ്റേറ്റിൽ വളരെ അടുത്തിരുന്ന തന്മാത്രകൾ എന്ത് ചെയ്യും? അവർ കുറച്ചുകൂടെ അകലും. ശരിയല്ലേ? യെസ്. അപ്പൊ അത്തരത്തിൽ തന്മാത്രകൾ വീണ്ടും ഒന്ന് റീ അറേഞ്ച് ചെയ്യപ്പെടും. പക്ഷെ ഐസ് എടുത്താലും വാട്ടർ എടുത്താലും അതിലുള്ളത് H2O എന്ന് പറയുന്ന ജലം തന്നെയാണ്. അല്ലാതെ അവിടെ ഒരു പുതിയൊരു പദാർത്ഥം ഉണ്ടായില്ല. ഓക്കെ, അപ്പൊ എല്ലാ അവസ്ഥാ മാറ്റങ്ങളും എന്താണ്? ഭൗതിക മാറ്റത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എല്ലാം ഭൗതിക മാറ്റത്തിന് എക്സാമ്പിൾ ആണ്. പക്ഷെ നമ്മളൊരു വിറക് കത്തുകയാണെന്ന് വിചാരിച്ച്, കത്തുന്നതിന് മുമ്പ് അത് വിറകായിരുന്നു, കത്തി കഴിഞ്ഞതിന് ശേഷം അത് ആഷാണ്, ചാരമാണ് അല്ലെ? യെസ്. അപ്പൊ അവിടെ പുതിയ പദാർത്ഥം രൂപപ്പെട്ടു. അപ്പൊ ഇത്തരത്തില് പുതിയ പദാർത്ഥം രൂപപ്പെടുന്നതിനെ നമുക്ക് എന്ത് പറയാം? രാസമാറ്റം എന്ന് പറയാം. അപ്പൊ പുതിയ പദാർത്ഥം ഉണ്ടാവാതെ തന്മാത്രകളുടെ പുനഃക്രമീകരണം നടന്നാൽ അത് ഭൗതിക മാറ്റം. ഒരു പുതിയ പദാർത്ഥം ഒരു രാസപ്രവർത്തനത്തിലൂടെ രൂപപ്പെട്ടാൽ അതെന്ത് മാറ്റം? രാസമാറ്റം. അപ്പൊ നമ്മൾ ഒരു മാറ്റം അത് ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ എന്ന് നോക്കാൻ ഇത്ര മാത്രം ചെയ്താൽ മതി. ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ആ ഒരു മാറ്റം നടക്കുന്നതിന് മുൻപും മാറ്റം നടന്നതിന് ശേഷവും പദാർത്ഥത്തിന് വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ അതെന്ത് ചേഞ്ച് ആണ്? അത് ഫിസിക്കൽ ചേഞ്ച് ആണ്, ഭൗതിക മാറ്റമാണ്. ഓക്കെ, അപ്പോ ജലം ഐസായപ്പോ ആ മാറ്റം നടക്കുന്നതിന് മുമ്പും മാറ്റം നടന്നതിന് ശേഷവും അത് ഐസായിരുന്നു. അതുകൊണ്ട് അതെന്ത് ചേഞ്ച്? അതൊരു ഫിസിക്കൽ ചേഞ്ച്. ഓക്കെ, അതൊരു ഭൗതിക മാറ്റമാണ്. ഈ വിറക് കത്തുന്നതിന് മുമ്പ് അത് വിറകും, കത്തി കഴിഞ്ഞതിന് ശേഷം അതെന്താണ്? അതൊരു ആഷുമാണ്, അല്ലെങ്കിൽ പുതിയൊരു പദാർത്ഥമാണ്. അപ്പൊ 2 പദാർത്ഥമായതുകൊണ്ട് അതെന്താണ്? അതൊരു രാസമാറ്റമാണ്. ഒരു ന്യൂ സബ്സ്റ്റൻസ്, ഒരു പുതിയ തന്മാത്ര അവിടെ രൂപപ്പെട്ടു. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് വരാം. ഐസ് ഉരുകുന്നു, അതൊരു അവസ്ഥാ മാറ്റമാണ്. അവസ്ഥാ മാറ്റമായതുകൊണ്ട് അതൊരു ഭൗതിക മാറ്റമാണ്, ഫിസിക്കൽ ചേഞ്ച് ആണ്. ഞാൻ പി എന്നിടാം. പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നു, ഇവിടെ പുതിയ പദാർത്ഥങ്ങളൊന്നും ഉണ്ടായില്ല, പഞ്ചസാരയും ജലവും തന്നെയാണ് ഉണ്ടായത്. അപ്പൊ ആ ലയനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോൾവേഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച് തന്നെയാണ്, ഒരു ഭൗതിക മാറ്റം തന്നെയാണ്. ഇരുമ്പ് തുരുമ്പിക്കുന്നു, ഇരുമ്പ് തുരുമ്പിക്കുന്നത് എന്താണ്? ഒരു കെമിക്കൽ ചേഞ്ച് ആണ്, ഒരു രാസമാറ്റമാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഇതാണ്. അടുത്ത ജലം തിളയ്ക്കുന്നു, അതും ഒരു അവസ്ഥാ മാറ്റമാണ്, ഫിസിക്കൽ ചേഞ്ച് ആണ്. ഓക്കെ, കാരണം ഇരുമ്പ് തുരുമ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇരുമ്പ് അന്തരീക്ഷത്തിലെ വാട്ടർ വേപ്പറുമായിട്ടും
മറ്റും റിയാക്ട് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു പുതിയ പദാർത്ഥമാണ് റസ്റ്റ് എന്ന് പറയുന്നത്, തുരുമ്പെന്ന് പറയുന്നത്. തുരുമ്പിനെ വീണ്ടും നമുക്ക് തിരിച്ചിരുമ്പാക്കാനായിട്ട് പറ്റില്ല. അതായത് ഈ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ ആണ്. നമുക്ക് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇതെന്ത് ചേഞ്ച് ആണ്? ഇതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. ഇരുമ്പ് തുരുപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം പി എച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഏത് റേഞ്ചിലുള്ള പി എച്ച് വാല്യൂ ആണ് ആസിഡ് സ്വഭാവമുള്ളതായി പരിഗണിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. അപ്പോ പി എച്ച് വാല്യൂ അല്ലെങ്കിൽ പി എച്ച് ചാർട്ട് അനുസരിച്ച്, പി എച്ച് സ്കെയിൽ അനുസരിച്ച് പി എച്ച് 7 ആണെങ്കിൽ, ശ്രദ്ധിക്കുക, പി എച്ച് 7 ആണെങ്കിൽ അത് ന്യൂട്രൽ ആണ് അല്ലെങ്കിൽ നിർവീര്യമാണ് എന്ന് വേണം കരുതാൻ. ഓക്കെ, നിർവീര്യം. പി എച്ച് 7നേക്കാൾ കൂടുതലാണെങ്കിൽ അത് ആൽക്കലിയും അല്ലെങ്കിൽ ആൽക്കലൈൻ സ്വഭാവമുള്ളതും, പി എച്ച് 7നേക്കാൾ കുറവാണെങ്കിൽ അത് ആസിഡ് സ്വഭാവമുള്ളതുമാണ്. ഓക്കെ, അപ്പോ പി എച്ച് ഇപ്പോ രണ്ട് ആസിഡുകൾ ഉണ്ട്. അതിൽ ആസിഡ് എ, ബി എന്നിവ രണ്ട് ആസിഡ് ആണെന്ന് വിചാരിക്കുക. അതിൽ എ എന്ന് പറയുന്ന ആസിഡിന്റെ പി എച്ച് വാല്യൂ 2ഉം ബി എന്ന് പറയുന്ന ആസിഡിന്റെ പി എച്ച് വാല്യൂ 5ഉം ആണെങ്കിൽ ഇതിൽ ഏറ്റവും വീര്യമേറിയ ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പി എച്ച് വാല്യൂ 2 ആയിട്ടുള്ള ആസിഡ് ആണ്. അതായത് പി എച്ച് വാല്യൂ 7 നിന്നും കുറയുന്നതിനനുസരിച്ച് ഒരു പദാർത്ഥത്തിന്റെ ആസിഡ് സ്വഭാവം കൂടി വരും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് പി എച്ച് സ്കെയിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഹൈഡ്രജൻ അയോണുകളുടെ ആക്ടിവിറ്റിനെയാണ് പി എച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏത് റേഞ്ചിലുള്ള പി എച്ച് വാല്യൂ ആണ് ആസിഡ് സ്വഭാവമുള്ളതായി കണക്കാക്കുന്നത്. 0 മുതൽ 7 വരെ ആണെങ്കിലാണ് ആസിഡ് സ്വഭാവമുള്ളതായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ബാക്കി എല്ലാ ഓപ്ഷൻസും തെറ്റാണ്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 0 മുതൽ 7 വരെ. ഇനി അടുത്ത ചോദ്യം. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചിലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചിലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആര് എന്നാണ് നമ്മുടെ ചോദ്യം. പെഗി വിറ്റ്സൺ ആണ് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. അത് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. പെഗി വിറ്റ്സൺ ആണ് 675 ദിവസം ബഹിരാകാശത്ത് ചിലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി എന്ന ആ ഒരു ബഹുമതി നേടിയത്. ഓക്കെ, യെസ്. അപ്പോ ഇതാണ്. ഇനി നമ്മൾ ഇവിടെ വിട്ടുപോയൊരു ക്വസ്റ്റ്യൻ, അവിടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ അവസാനം പറയുന്നത്. ഈ ഒരു ചോദ്യം, 44ാമത്തെ ചോദ്യം. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബം, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കണ്ണാടിയിൽ നോക്കുകയാണ്. കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബം കാണുന്നത് കണ്ണാടിയുടെ ഉള്ളിലാണ്, ശരിയല്ലേ? അല്ലാതെ കണ്ണാടിയുടെ പുറത്ത് ഒരു സ്ക്രീനിലല്ല നമ്മുടെ പ്രതിബിംബം നമ്മൾ കാണുന്നത്. അപ്പൊ കണ്ണാടിയുടെ ഉള്ളില് നമുക്ക് ലഭിക്കുന്ന ഇത്തരം പ്രതിബിംബങ്ങളെ നമ്മൾ വിർച്വൽ ഇമേജസ് അല്ലെങ്കിൽ മിഥ്യാ പ്രതിബിംബങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഈ മിഥ്യാ പ്രതിബിംബങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ മിഥ്യാ പ്രതിബിംബങ്ങൾ അത് നിവർന്നതായിരിക്കും, എപ്പോഴും നിവർന്നതായിരിക്കും. അതായത് നമ്മുടെ കണ്ണാടിക്കുള്ളിൽ കാണുന്ന നമ്മുടെ പ്രതിബിംബം ആലോചിച്ചാൽ മതി, നമ്മൾ നിൽക്കുന്ന പോലെ നിവർന്നായിരിക്കും അത് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഒരു സ്ക്രീനിൽ ലഭിക്കുന്ന പ്രതിബിംബങ്ങളുണ്ട്. സ്ക്രീനിൽ ലഭിക്കുന്ന പ്രതിബിംബങ്ങളെ നമ്മൾ വിളിക്കുന്നത് യഥാർത്ഥ പ്രതിബിംബങ്ങൾ എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ റിയൽ ഇമേജുകൾ എന്നാണ്. ഈ റിയൽ ഇമേജുകളുടെ പ്രത്യേകത ഇത് തല കീഴായതായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, തല കീഴായതായിരിക്കും. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം മിഥ്യാ പ്രതിബിംബമാണ്. അപ്പൊ ഇവിടെ നമുക്ക് പ്രതിബിംബങ്ങളുടെ പൊസിഷനെ കുറിച്ചും എല്ലാം വളരെ എളുപ്പത്തിൽ ഒന്ന് മനസ്സിലാക്കാം. അത് പഠിക്കാനാണെങ്കിൽ അത് കുറച്ചധികം ഉണ്ട് എന്ന് വേണം കരുതാൻ, പക്ഷെ വളരെ എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കാം. അപ്പോ അതിനായിട്ട് ഞാൻ ആദ്യം ദർപ്പണങ്ങളിൽ വരയ്ക്കാം. ദർപ്പണം. അപ്പൊ ദർപ്പണങ്ങളില് 3 തരം ദർപ്പണങ്ങളാണുള്ളത്. ഒന്ന് സമതല ദർപ്പണം അല്ലെങ്കിൽ പ്ലെയിൻ മിറർ എന്ന് പറയും.
ഈ പ്ലെയിൻ മിററിലെ പ്രത്യേകത എപ്പോഴും മിഥ്യാപ്രതിബിംബങ്ങളാണ് രൂപപ്പെടുന്നത്. അതായത് നമ്മളൊരു കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഇമേജ് കണ്ണാടിക്കുള്ളിൽ ഉണ്ടാവും. അതൊരു മിഥ്യാപ്രതിബിംബമാണ്, കണ്ണാടിക്ക് അകത്താണ് രൂപപ്പെടുന്നത്. അതിന് നമ്മുടെ അതേ സൈസ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ അതേ വലിപ്പമായിരിക്കും, അത് നിവർന്നതായിരിക്കും. ആ, ആ, അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട് അതിന്. മാത്രമല്ല, ദർപ്പണം മുതൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലം വരെയുള്ള ദൂരവും, അതുപോലെ ദർപ്പണം മുതൽ നമ്മുടെ ഇമേജിന്റെ അതുവരെയുള്ള ഡിസ്റ്റൻസും, ഈ രണ്ട് ഡിസ്റ്റൻസും എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നുള്ളതും ഈ ഒരു സമതല ദർപ്പണങ്ങളുടെ പ്രത്യേകതയാണ്. സമതല ദർപ്പണം. അപ്പൊ ഒരു സമതല ദർപ്പണത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന എന്താണ്, മിഥ്യാപ്രതിബിംബങ്ങളാണ്. മിഥ്യാപ്രതിബിംബങ്ങൾ എന്താണ്, അത് നിവർന്നതാണ്, നമ്മുടെ അതേ വലിപ്പം. ഇനി രണ്ടു തരം ദർപ്പണങ്ങളുള്ളത്, ഒന്ന് കോൺവെക്സ് ദർപ്പണവും മറ്റൊന്ന് കോൺകേവ് ദർപ്പണവുമാണ്. അതിൽ കോൺവെക്സ് ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺവെക്സ് ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രതിപതന തലം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ദർപ്പണങ്ങളെയാണ് കോൺവെക്സ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്രതിപതന തലം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ദർപ്പണങ്ങളാണ് കോൺവെക്സ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോൺവെക്സ് ദർപ്പണങ്ങളുടെ ഫോക്കസ് ദർപ്പണത്തിന്റെ ഉള്ളിലായിരിക്കും. അപ്പൊ ദർപ്പണത്തിന്റെ ഉള്ളിലായതുകൊണ്ട് ഈ ഫോക്കസ് ഒരു മിഥ്യാ ഫോക്കസ് ആണ്. ഓക്കെ, അതൊരു വിർച്വൽ ഫോക്കസ് ആണ്, ദർപ്പണത്തിന്റെ ഉള്ളിലാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്ന, അതായത് കോൺവെക്സ് ദർപ്പണത്തില് നമുക്ക് കിട്ടുന്ന പ്രതിബിംബങ്ങളെല്ലാം അത് എവിടെയായിരിക്കും? അത് ദർപ്പണത്തിന്റെ ഈ ഒരു ഭാഗത്തെ പോളെന്നാ പറയാ. ഓക്കെ, പോളിനും ഫോക്കസിനും ഇടയിലായിരിക്കും, മാത്രമല്ല ചെറുതുമായിരിക്കും. അപ്പോ ഇത് ദർപ്പണത്തിന്റെ ഉള്ളിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതൊരു മിഥ്യാ പ്രതിബിംബമാണ്, അത് ചെറുതാണ്. ഇനി മിഥ്യാ പ്രതിബിംബമായതുകൊണ്ട് തന്നെ അത് നിവർന്നതുമാണ്. ഇത് ഏതിൽ കിട്ടുന്ന പ്രതിബിംബമാണ്? ഇത് ഒരു കോൺവെക്സ് ദർപ്പണത്തിൽ കിട്ടുന്ന പ്രതിബിംബമാണ്, കോൺവെക്സ് ദർപ്പണം. ഓക്കെ, ഇനി ഈ കോൺവെക്സ് ദർപ്പണത്തിൽ കിട്ടുന്ന അതേ റിസൾട്ട് തന്നെ നമുക്ക് കോൺകേവ് ലെൻസിൽ കിട്ടും. വളരെ ശ്രദ്ധിക്കുക, കോൺകേവ് ലെൻസിലും ഇതേ ഇമേജുകൾ തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരത്തിലുള്ള ലെൻസുകളെയാണ് കോൺകേവ് ലെൻസുകൾ എന്ന് വിളിക്കുന്നത്. ഈ കോൺകേവ് ലെൻസിലും നമുക്ക് കിട്ടുന്ന ഇമേജുകൾ എന്തായിരിക്കും? അത് പ്രതിബിംബങ്ങളായിരിക്കും, അത് ചെറുതായിരിക്കും, മാത്രവുമല്ല അത് നിവർന്നതുമായിരിക്കും. അപ്പൊ നമ്മൾ കോൺവെക്സ് ദർപ്പണങ്ങളും കോൺകേവ് ലെൻസുകളും പഠിച്ചു കഴിഞ്ഞു. ഇതിൽ രണ്ടിലും എപ്പോഴും ഉണ്ടാവുന്ന പ്രതിബിംബമാണ്, അത് ചെറുതാണ്, നിവർന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കിട്ടുന്ന റിയൽ ഇമേജുകളെ പറ്റി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതായത് യഥാർത്ഥ പ്രതിബിംബങ്ങളെ പറ്റി പഠിക്കുകയാണ്. യഥാർത്ഥ പ്രതിബിംബം. ഈ യഥാർത്ഥ പ്രതിബിംബം ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരുന്നത് ഒരു മിറർ ഉപയോഗിച്ചാണ്, ഒരു ദർപ്പണം ഉപയോഗിച്ചാണ്. ഓക്കെ, അത് ഏത് ദർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കോൺവെക്സ് ദർപ്പണം പറഞ്ഞല്ലോ. അപ്പോ കോൺകേവ് ദർപ്പണങ്ങളിലാണ് എന്തുണ്ടാവുന്നത്? കോൺകേവ് ദർപ്പണങ്ങളിലാണ് യഥാർത്ഥ പ്രതിബിംബങ്ങൾ ഉണ്ടാവുന്നത്. കോൺകേവ് ദർപ്പണങ്ങൾ അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ്, ഇവരിൽ രണ്ടുപേരുമാണ് യഥാർത്ഥ പ്രതിബിംബങ്ങൾ ഉണ്ടാവുന്നത്. ഒന്നുകിൽ കോൺകേവ് ദർപ്പണത്തിൽ അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസുകളിൽ ഉണ്ടാവുന്ന യഥാർത്ഥ പ്രതിബിംബങ്ങളാണ്. ഓക്കെ, ഇവരിൽ മിഥ്യാപ്രതിബിംബങ്ങളും ഉണ്ടാവും, യഥാർത്ഥ പ്രതിബിംബങ്ങളും ഉണ്ടാവും. ആ മിഥ്യാപ്രതിബിംബങ്ങൾ ഉണ്ടാവുന്ന പൊസിഷൻ മാത്രം, ആ ഒരു സ്ഥാനം മാത്രം നമ്മളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, യെസ്. യെസ്, ഇനി അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോവാണ്. അപ്പൊ ഞാൻ വരയ്ക്കുന്നത് ഒരു കോൺകേവ് ദർപ്പണമാണ്. അതേ ഫിഗർ തന്നെ കോൺവെക്സ് ലെൻസിൽ കിട്ടും. പക്ഷെ ലെൻസിൽ കിട്ടുമ്പോൾ യഥാർത്ഥ പ്രതിബിംബങ്ങൾ കിട്ടുന്നത് ലെൻസിന്റെ മറുവശത്തായിരിക്കും. കാരണം ലെൻസും മിററും തമ്മിലുള്ള, ലെൻസും ദർപ്പണങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ലെൻസിൽ പ്രകാശം കടന്നു പോവും, പ്രകാശം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് കടന്നു വരും. പക്ഷെ മിററുകൾ എന്ന് പറഞ്ഞാൽ ഒപ്പേക്കാണ്, അതാര്യമാണ്, പ്രകാശം കടന്നു പോവില്ല. ലെൻസില് അപവർത്തനം വഴിയും മിററില് പ്രതിപതനം വഴിയുമാണ് ഇമേജുകൾ രൂപപ്പെടുന്നത്. ഓക്കെ, പ്രതിബിംബങ്ങൾ രൂപപ്പെടുന്നത്, അതും ശ്രദ്ധിക്കുക. ദർപ്പണങ്ങളിൽ എപ്പോഴും പ്രതിബിംബം രൂപപ്പെടുന്നത് പ്രതിഫലനം വഴിയാണ്. എന്നാൽ ലെൻസുകളിൽ എപ്പോഴും പ്രതിബിംബങ്ങൾ രൂപപ്പെടുന്നത് അപവർത്തനം വഴിയാണ്, റിഫ്രാക്ഷൻ വഴിയാണ്, അതും ശ്രദ്ധിക്കുക. അപ്പോ ഞാനൊരു കോൺകേവ് ദർപ്പണം വരയ്ക്കാം. ഈ കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസ് മുന്നിലാണ്. അപ്പൊ ഫോക്കസ് മുന്നിലായതുകൊണ്ട് തന്നെ അതെന്താണ്?
അതൊരു യഥാർത്ഥ ഫോക്കസ് ആണ്. കാരണം നേരെ വരുന്ന പ്രകാശരശ്മികളെ ഇത് ഫോക്കസിലേക്ക്, അതായത് സമാന്തരമായിട്ട് വരുന്ന പ്രകാശരശ്മികളെ ഇത് ഫോക്കസിൽ കൂടെ കടത്തിവിടും. അപ്പൊ അത്തരത്തിൽ ഈ സമാന്തരമായിട്ട് വരുന്ന രശ്മികൾ കൺവേർജ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. അപ്പൊ ഫോക്കസ് കണ്ണാടിക്ക് മുന്നിലാണ്. ഫോക്കസിന്റെ ഇരട്ടി, അതിന് 2F എന്ന് നമ്മൾ വിളിക്കുക. 2F അല്ലെങ്കിൽ സി എന്ന് പറയാം. സെന്റർ ഓഫ് കർവേച്ചർ രണ്ടും ഒന്നാണ്. 2F എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞാലും ഒന്നാണ്. ഇനി ഞാൻ ഒരു ലെൻസിന്റെ ഫിഗറും കൂടെ വരയ്ക്കാം. ഈ ലെൻസും മിററും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ലെൻസുകൾക്ക് ഇവിടെയും ഒരു ഫോക്കസ് ഉണ്ട്, ഇവിടെയും ഒരു ഫോക്കസ് ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. കാരണം ലെൻസിന് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ലൈറ്റ് വരാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ലൈറ്റ് വരാമല്ലോ. അതുകൊണ്ട് രണ്ട് സൈഡിലും ഫോക്കസും 2F ഉണ്ട് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ 2F1, F1ഉം 2F1 എന്നും ഇതിനെ F2ഉം 2F2 എന്നൊക്കെ വിളിക്കും. അത് നമുക്ക് തൽക്കാലം വേണ്ട. ഓക്കെ, ഇനി വളരെയധികം ശ്രദ്ധിക്കുക. ഇവിടെ ഇൻഫിനിറ്റിയിലാണ് അല്ലെങ്കിൽ അനന്തതയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. വസ്തു അനന്തതയിലാണ്. അപ്പൊ ഇമേജ് കിട്ടുന്നത് എവിടെയായിരിക്കും? ഫോക്കസിലായിരിക്കും. അപ്പൊ ഒബ്ജക്റ്റ് അനന്തതയിലാണെങ്കിൽ ഇവിടെ ആദ്യത്തെ കോളത്തിൽ ഞാൻ വസ്തു, രണ്ടാമത്തെ കോളത്തിൽ പ്രതിബിംബം. ഇതിന്റെ പൊസിഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അതിന്റെ സൈസ് ഞാൻ കൂടെ പറഞ്ഞു പോവും. സൈസ് കൂടെ പറഞ്ഞു പോകുമ്പോൾ ഒന്ന് മനസ്സിൽ വെക്കുക. അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വളരെ അകലെ ഇരിക്കുന്ന ഇൻഫിനിറ്റിയിൽ അനന്തതയിലുള്ള ഒരു വസ്തുവിന്റെ പ്രതിബിംബം രൂപപ്പെടുന്നത് ഫോക്കസിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ തന്നെ വിചാരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വളരെ അനന്തതയിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ പ്രതിബിംബം ഫോക്കസിൽ രൂപപ്പെട്ടു. അങ്ങനെ ഫോക്കസിൽ രൂപപ്പെടുകയാണെങ്കിൽ അത് വളരെ ചെറിയ ഒരു പോയിന്റ് സൈസ്ഡ് ആയിട്ടുള്ള ഒരു ബിന്ദുവിനോളം പോകുന്ന ചെറിയ ഇമേജ് ആയിരിക്കും. അപ്പോ ഇമേജിന്റെ വലിപ്പം എങ്ങനെയാണ്? വളരെ ചെറുതാണ്. ഇനി നമ്മൾ പഠിക്കുന്ന യഥാർത്ഥ പ്രതിബിംബങ്ങളെ കുറിച്ചല്ലേ. യഥാർത്ഥ പ്രതിബിംബങ്ങൾ എപ്പോഴും തല കീഴായതാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ പ്രതിബിംബത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ എന്താണ്? തല കീഴായതാണ്, യഥാർത്ഥമാണ്, ഇനി വളരെ ചെറുതാണ്. ഇത്തരത്തിൽ ഫോക്കസിൽ കിട്ടുന്ന പ്രതിബിംബങ്ങൾ വളരെ ചെറുതാണ്. അപ്പൊ ആദ്യത്തെ പൊസിഷനായി വസ്തു ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് എഫിലായിരിക്കും. രണ്ടാമത്തത്, ഈ വസ്തു ഇനി ഇൻഫിനിറ്റിയിൽ നിന്ന് വന്ന് 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 വസ്തു ഇപ്പൊ എവിടെ ഇരിക്കുകയാണ്? വസ്തു സിക്കപ്പുറം അല്ലെങ്കിൽ 2Fന് അപ്പുറം ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ 2Fന് അപ്പുറം എന്ന് എഴുതാം. വസ്തു 2Fന് അപ്പുറമാണെങ്കിൽ ഇമേജ് കിട്ടുന്ന എവിടെയായിരിക്കും? ഇപ്പൊ ഇമേജ് ഇരിക്കുന്നത് ഫോക്കസിലല്ലേ. അതായത് വസ്തു ഇൻഫിനിറ്റിയിൽ അനന്തതയിലായിരുന്നപ്പോ ഇമേജ് ഫോക്കസിലായിരുന്നല്ലോ. ആ ഫോക്കസിൽ നിന്നും ഇമേജ് നേരെ ചാടി ഒരു പൊസിഷൻ ഇപ്പുറത്ത് വരും. ഇപ്പൊ മനസ്സിലായോ? ദൂരെ ഇൻഫിനിറ്റിയിൽ നിന്നും ദർപ്പണത്തിലേക്ക് ഇമേജ് ഒബ്ജക്റ്റ് അടുത്തടുത്തടുത്ത് വരുന്തോറും ഇമേജ് ഫോക്കസിൽ നിന്നും അകന്നകന്നകന്ന് പോവുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യം. ഓക്കെ, അതായത് വസ്തു ഇൻഫിനിറ്റിയിൽ നിന്നും അനന്തതയിൽ നിന്നും ഫോക്കസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫോക്കസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇമേജ് ഫോക്കസിൽ നിന്നും ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ്. അപ്പൊ വസ്തു 2Fന് അപ്പുറം വന്നപ്പോ ഇപ്പൊ ഫോക്കസിൽ ഇരുന്ന് എങ്ങോട്ട് പോയി? Fനും 2Fനും ഇടയിലേക്ക് ചാടി. Fനും 2Fനും ഇടയിലേക്ക് ചാടി. 2Fനും Fനും ഇടയിൽ. അപ്പോ ഇമേജ് കിട്ടിയപ്പോ എവിടെയാണ്? 2Fനും Fനും ഇടയിലാണ്. മനസ്സിലായല്ലോ? അപ്പൊ വസ്തു സിക്ക് അപ്പുറമാണെങ്കിൽ ഇമേജ് Fനും 2Fനും ഇടയിൽ. യെസ്. ഇനി അടുത്തത്, ഇനി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത വസ്തുവിന്റെ പൊസിഷൻ എവിടെയാണ്? അപ്പൊ വസ്തു 2F കഴിഞ്ഞിട്ട് ഇനി അടുത്ത വസ്തുവിന്റെ പൊസിഷൻ 2Fൽ തന്നെയായിരിക്കും. ഇപ്പൊ 2Fന് അപ്പുറമായിരുന്നെങ്കിൽ അടുത്ത പൊസിഷൻ 2F ആണ്. അപ്പൊ വസ്തു 2Fലായിരിക്കുമ്പോൾ ഇപ്പൊ ഇമേജ് ഇരിക്കുന്ന എവിടെയാണ്? 2Fന് അപ്പുറമായിരുന്നപ്പോ Fനും 2Fനും ഇടയിലായിരുന്നു. ഇനി വസ്തു കുറച്ചുകൂടെ അടുത്ത് വരുമ്പോൾ ഇമേജ് കുറച്ചുകൂടി ദൂരേക്കാണ് പോകേണ്ടത്. അപ്പൊ ഇമേജിന്റെ അടുത്ത പൊസിഷൻ എവിടെയാണ്? ചാടി അതും 2Fലേക്ക് തന്നെ വരും. ഓക്കെ, അപ്പോ ആദ്യം ഒരു പോയിന്റ് സൈസിലുള്ള യഥാർത്ഥ പ്രതിബിംബം കിട്ടി. രണ്ടാമത് കുറച്ചുകൂടെ വലുത് കിട്ടി, എന്നാൽ ഒബ്ജക്റ്റിനോളം വലുതായിട്ടില്ല. പക്ഷേ ഇപ്പോ രണ്ടും ഒബ്ജക്റ്റും ഇമേജും 2Fലായതുകൊണ്ട് രണ്ടിനും ഒരേ വലിപ്പം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ 2F എന്ന് പറയുന്ന അല്ലെങ്കിൽ സി എന്ന് പറയുന്ന ആ പോയിന്റിലാണ് ഈ വസ്തുവും പ്രതിബിംബത്തിനും ഒരേ വലിപ്പം വരുന്ന യഥാർത്ഥ പ്രതിബിംബം കിട്ടുന്നത്. ബാക്കി എല്ലാ പോയിന്റും സെയിം ആണ്, യഥാർത്ഥമാണ്, തലകീഴായതാണ്, അത് എല്ലാത്തിലും സെയിം ആണ്. വലിപ്പം മാത്രം നമ്മളത് ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം ഒരു പോയിന്റ് സൈസ്ഡ് ആയിരുന്നു, വളരെ ചെറുത്. ബാക്കിയെല്ലാം സെയിം ആയതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഇവിടെ നമുക്ക് വെറുതെ ചെറുതെന്ന് എഴുതിയാൽ മതി. ഇവിടെ അതേ വലിപ്പം, വസ്തുവിന്റെ അതേ വലിപ്പമാണ് ഇവിടെ ഇമേജിനും കിട്ടുന്നത്. ഇനി അടുത്ത പൊസിഷൻ ഏതാ? യെസ്, ഇനി ഇപ്പൊ 2Fലാണ്. അപ്പൊ ഇമേജ് എവിടെ കിട്ടി? 2Fൽ തന്നെ കിട്ടി.
അടുത്തത് ഒബ്ജക്റ്റ് എന്ത് വരും, കുറച്ചും കൂടെ അടുത്ത് വന്നു. ഒബ്ജക്റ്റ് എഫിനും 2F-നും ഇടയിലായി. എഫിനും 2F-നും ഇടയിലാകുമ്പോൾ ഇപ്പൊ 2F-ൽ ഇരിക്കുന്ന ഇമേജ് ചാടി എങ്ങോട്ട് പോകും? 2F-ന് അപ്പുറം പോകും. അപ്പോ വസ്തു 2F-ന് അപ്പുറം. ഇവിടെ വരെ സെയിം സൈസ് ആയിരുന്നല്ലോ. അപ്പുറത്ത് ചെല്ലുമ്പോൾ ഇമേജ് എന്താവും? വലുതാവാനായിട്ട് തുടങ്ങും. ഇമേജ് വലുതാവാനായിട്ട് തുടങ്ങും. ആ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. എഫില് വസ്തു എഫില് വരുമ്പോ ഇമേജ് എവിടെയായിരിക്കും? വസ്തു ഇൻഫിനിറ്റിയിലായിരുന്നപ്പോ ഇമേജ് എഫിൽ കിട്ടി. അപ്പൊ വസ്തു എഫില് വരുമ്പോ ഇമേജ് എവിടെ കിട്ടും? ഇൻഫിനിറ്റി, അനന്തതയിൽ കിട്ടും. വളരെ വലുതായിരിക്കും. യഥാർത്ഥം തലകീഴാതെ എല്ലാത്തിലും സെയിം. അപ്പൊ ഇതാണ് 5 പൊസിഷൻ. സോ വസ്തു ഇൻഫിനിറ്റിയിൽ നിന്ന് ഫോക്കസിലേക്ക് വരുന്തോറും ഇമേജ് ഫോക്കസിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയേ സെയിമാ. അപ്പൊ ആ പാറ്റേൺ മനസ്സിലായോ? അല്ലാതെ ഇത് കാണാതെ പഠിക്കാനുള്ളതല്ല. ഇതൊന്നും മനസ്സിലാക്കി വെച്ചിരുന്നാല് എവിടെ പൊസിഷൻ വന്നാലും നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഒരേ ഒരു പൊസിഷൻ കൂടെ ഉള്ളൂ. ആ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ തന്നെ. അതായത് ഇപ്പോ കോൺകേവ് ദർപ്പണത്തിനും കോൺവെക്സ് ലെൻസിനും നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കോൺകേവ് ദർപ്പണത്തിനും കോൺവെക്സ് ദർപ്പണത്തിനും ഉള്ള ഇത് പഠിച്ചു. അതിൽ കോൺവെക്സ് ദർപ്പണങ്ങൾക്കും എന്ത് മാത്രമേ ഉള്ളൂ? മിഥ്യാപ്രതിബിംബങ്ങൾ മാത്രമേ ഉള്ളൂ, അത് ചെറുതാണ്. അതുപോലെ തന്നെയാണ് കോൺകേവ് ലെൻസിനും മിഥ്യാപ്രതിബിംബങ്ങൾ മാത്രമേ ഉള്ളൂ, അതും ചെറുതാണ്. കോൺവെക്സ് ലെൻസിനും കോൺകേവ് ദർപ്പണങ്ങൾക്കുമാണ് റിയൽ അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിബിംബങ്ങൾ ഉള്ളത്. അത് 5 യഥാർത്ഥ പ്രതിബിംബങ്ങൾ കിട്ടും ഈ 5 പൊസിഷനിൽ. ഇനി നമ്മൾ വിട്ടുപോയ ഒരു പൊസിഷൻ ഇല്ലേ? വസ്തുത ഇവിടെയും വന്നൂടെ? എഫിനും ഈ ഒരു പോയിന്റിനെ പി എന്നാണ് പറയുന്നത്. വസ്തു എഫിനും പിക്കും ഇടയിലാണെങ്കിൽ നമുക്കൊരു മിഥ്യാപ്രതിബിംബമാണ് കിട്ടുന്നത്. ഈ മിഥ്യാപ്രതിബിംബം വലുതായിരിക്കും. ഇനി അത് മിഥ്യ ആയതുകൊണ്ട് എന്തായിരിക്കും? നിവർന്നതായിരിക്കും. എഫിനും പിക്കും. അല്ലെങ്കിൽ ലെൻസിന് ഈ ഒരു ഭാഗത്തിന് ഒപ്റ്റിക്കൽ സെന്റർ അല്ലെങ്കിൽ പ്രകാശിക കേന്ദ്രം O എന്നാണ് പറയുന്നത്. അപ്പൊ വസ്തു എഫിനും പിക്കും അല്ലെങ്കിൽ എഫിനും ഒയ്ക്കും ഒക്കെ ഇടയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു വലിയ മിഥ്യാപ്രതിബിംബമാണ്. അതുകൊണ്ടാണ് കോൺവെക്സ് ലെൻസ് വെച്ച് നമ്മുടെ കൈ നോക്കുമ്പോൾ നമ്മുടെ കൈക്ക് ഒരു വലിയ അല്ലെങ്കിൽ അത് നോക്കുന്ന ഇത് വലുതായിട്ട് കാണാൻ പറ്റുന്നതൊക്കെ അവിടെ ഒരു മിഥ്യാപ്രതിബിംബം ലഭിക്കുന്നത് കൊണ്ടാണ്. വലിയ മിഥ്യാപ്രതിബിംബം ലഭിക്കുന്നതുകൊണ്ടാണ്. അതുപോലെ കോൺകേവ് മിറർ, അതായത് ഉള്ളം കുഴിഞ്ഞ മിററിൽ നമ്മൾ മുഖം നോക്കുമ്പോൾ മുഖം വലുതായിട്ട് കാണും. കാരണം എന്താണ്? അവിടെ വലിയൊരു മിഥ്യാപ്രതിബിംബം ലഭിക്കുന്നതുകൊണ്ടാണ്. ഇനി വാഹനങ്ങളുടെയൊക്കെ റിയർ വ്യൂ മിറേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏത് മിററാണ്, ഏത് ദർപ്പണമാണ്? അത് കോൺവെക്സ് ദർപ്പണമാണ്. കാരണം കോൺവെക്സ് ദർപ്പണങ്ങളിൽ ചെറിയ പ്രതിബിംബമാണ് കിട്ടുന്നത്. ചെറിയ പ്രതിബിംബം കിട്ടുന്നത് കൊണ്ട് തന്നെ ഫീൽഡ് ഓഫ് വ്യൂ അത് വളരെ കൂടുതലായിരിക്കും. ഈ ഒരു റീസൺ കൊണ്ടിട്ടാണ് അവിടെ അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ വസ്തു എഫിനും പിക്കും ഇടയിലാണെങ്കിൽ അല്ലെങ്കിൽ എഫിനും ഒയ്ക്കും ഇടയിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മിഥ്യാപ്രതിബിംബമായിരിക്കും. അങ്ങനെ 6 പ്രതിബിംബങ്ങളാണ് എവിടെ പഠിക്കാനുള്ളത്? കോൺകേവ് ദർപ്പണത്തിലും കോൺവെക്സ് ലെൻസിലും പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയുമാണ് പൊസിഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ശരിക്കും മനസ്സിലാക്കി വെച്ചിരുന്നാൽ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് യാതൊരു സംശയവും വരേണ്ട ഒരു കാര്യമില്ല. അത് വളരെ പെട്ടെന്ന് പൊസിഷൻ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പൊസിഷൻ പഠിച്ചു, വസ്തുവിന്റെ വലിപ്പം പഠിച്ചു, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? അപ്പൊ നമുക്ക് റാൻഡം ആയിട്ടൊരു എക്സസൈസ് ചെയ്ത് നോക്കാം. റാൻഡം ആയിട്ടൊരു എക്സസൈസ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു കോൺവെക്സ് അല്ലെങ്കിൽ ലെൻസ് എടുക്കാം. ഒരു കോൺവെക്സ് ലെൻസിൽ ഒരു കോൺവെക്സ് ലെൻസിൽ വസ്തു 2F-ൽ ഇരിക്കുകയാണ്. ഒരു കോൺവെക്സ് ലെൻസിൽ വസ്തു 2F-ൽ ഇരിക്കുകയാണ് എങ്കിൽ പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും? അതിന്റെ സ്ഥാനവും സവിശേഷതകളും എന്തൊക്കെയായിരിക്കും? അത് പല 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 ഓപ്ഷൻസ് ആയിട്ട് മാറി 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 തരും. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ആദ്യം തന്നെ ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു കോൺവെക്സ് ലെൻസിനും കോൺകേവ് ദർപ്പണങ്ങൾക്കും ഒരുപോലെയാണ്. അപ്പൊ പൊസിഷൻ വരയ്ക്കാം. ഇവിടെ 2F, ഇവിടെ F. എന്ന് പറഞ്ഞാല് ഈ പ്രകാശം വന്ന് കൺവേർജ് ചെയ്യുന്ന, അതായത് സമാന്തരമായിട്ട് വരുന്ന പ്രകാശരശ്മികൾ കൺവേർജ് ചെയ്യുന്ന, കൂടിച്ചേരുന്ന സ്ഥലത്തിനെയാണ് ഫോക്കസ് എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അപ്പോ ഇത് F, ഇനി ഇവിടെ F, ഇവിടെ 2F. രണ്ട് വശത്തുണ്ട്. കാരണം രണ്ട് വശത്തുനിന്നും പ്രകാശം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷെ മിററിലാണെങ്കിൽ ഒരു വശത്തുനിന്നേ പ്രകാശം വരുള്ളൂ. കാരണം അത് അതാര്യമാണ്, ഒപ്പേക്കാണ്. ലെൻസിൽ അങ്ങനെയല്ല, പ്രകാശം കടന്നു പോകും. ഓക്കെ, അപ്പൊ ഇവിടെ വസ്തു ഇരിക്കുന്നത് എവിടെയാണ്? വസ്തു ഇരിക്കുന്നത് 2F-ലാണ്. ഓക്കെ, അപ്പൊ 2F-ൽ വസ്തു ഇരിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. ഇൻഫിനിറ്റിയിലായിരുന്നെങ്കിൽ ഇമേജ് F-ല്, ബിയോണ്ട് 2F-ന് അപ്പുറമായിരുന്നെങ്കിൽ ഇമേജ് അവിടെ F-നും 2F-നും ഇടയിൽ. ഇനി വസ്തു നേരെ 2F-ലേക്ക് വന്നപ്പോൾ ഇമേജ് എവിടെ കിട്ടി? നമുക്ക് 2F-ൽ തന്നെ കിട്ടി. അപ്പൊ സ്ഥാനം എവിടെയാണ്? ഇമേജിന്റെ സ്ഥാനം
2Fലാണ്. ഇനി അതിന്റെ പ്രത്യേകത, അതൊരു യഥാർത്ഥ പ്രതിബിംബമാണ്. യഥാർത്ഥ പ്രതിബിംബം ആയതുകൊണ്ട് അത് തല കീഴായതായിരിക്കും. ഓക്കെ, തല കീഴായതായിരിക്കും. ഇനി അടുത്ത പ്രത്യേകത, വസ്തുവിന്റെ അതേ വലിപ്പവുമായിരിക്കും. കാരണം രണ്ടും ഒരേ സ്ഥാനത്താ. 2F ഇവിടെയും അപ്പുറത്തും, അത് മാത്രമേ ഒരു വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ. മിററിലാണെങ്കിൽ ഇതേ പടം എങ്ങനെ വരും? ഇതേ ഇമേജ് ഒരു ദർപ്പണത്തിൽ, ഒരു കോൺകേവ് ദർപ്പണത്തിലാണെങ്കിൽ ദാ ഇവിടെ 2F, ഇവിടെ F. 2Fലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഇമേജ് ദാ 2Fൽ തന്നെ ഇങ്ങനെ കിട്ടും. അവിടെ ഒരു വശത്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഓപ്ഷൻ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? അപ്പൊ ഇത് ഒന്ന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എന്നത് പറഞ്ഞത്. ഈ ഒരു 10 മിനിറ്റിൽ നമ്മൾ പറഞ്ഞ കാര്യം മാത്രം മതി ഒരുപാട് നേരത്തെ സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. ഈ ഒരു ഓർഡറിൽ അതൊന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ വളരെ ഈസി ആയിട്ട് അതിന് ഉത്തരം ഇത്തരത്തിൽ വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് ഒന്നും കൂടി നിങ്ങൾ കാണുക, 2 പ്രാവശ്യം കാണുക, എന്നിട്ട് എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വളരെ ഭംഗിയായിട്ട് അത് പഠിക്കുക. ഓക്കെ, അപ്പോൾ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുകയാണ്. താങ്ക് യു.